കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായ അടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെപ്പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ? എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി? അല്ല, ഗ്ലാനി? വേണ്ട വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടപ്പില്ല. പെട്ടിവാന പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറ പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പറന്നു വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. DKP കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലെ സിന്ധൂര തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോ രാധേ. കണ്ണന്റെ കവിളിലെ സിന്ധൂര തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ. എന്തിയെ അത്ര സൂപ്പിക്കണ്ട, വേണം. കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി നിനക്കെന്താ ചത്ത കഴുതുള്ള പ്രേതം കൂടിയുണ്ടോ? കഴുതേ ഇന്നലെ പല്ലിയേക്കാൻ മറന്നു, ഇന്ന് തീർച്ചയായിട്ടും തേക്കണം. കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി ഇളവിയണ്ണ. ഇല്ല ഇല്ല, അവനെത്തി. നമുക്ക് അപ്പുറത്ത് കടയിൽ പോവാം, അവര് കുളിക്കാൻ പോവുക. അതിനെന്താ, കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? അതെന്തൊരു വർത്താനമാണ്. നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്ന ഉറപ്പാവുണ്ടോ? അവർ വിളിച്ചിട്ട് പൊക്കോട്ടെ. DKP ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. പോ. പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഐ സ്പീക്ക് യു ഐ ഹീറോ ഓഫ് ദി സൺബാത്ത്. പ്രഭേ, അയ്യോ അയ്യോ, സുഖം തന്നെയല്ലേ? കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടോ അവിടുത്തെ കൊല്ലണമെന്ന്? മയത്തിലിട്ടേ ഞാൻ ചത്തു. ആരത്? ജലകന്യേ? നീ
കുട്ടിയെപ്പറ്റി ഇതിനകം തന്നെ വെച്ച് കേട്ടിരിക്കണം. എന്താ ഇതൊക്കെ? കേട്ടിരിക്കണമെങ്കിലേ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ. ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയില്ലേ? കലയെ കുറിച്ചല്ല കേട്ടത്. പിന്നെ എന്തിനെ കുറിച്ചാണാവോ? അതിപ്പോ എങ്ങനെയാ കുട്ടിയോട് തുറന്നങ്ങോട്ട് പറയാ? തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. കുട്ടി സൂക്ഷിച്ച് സംസാരിക്ക, ചന്തയല്ലത്. തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ച് വരട്ടല്ലേ തടിയാ? പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക, 3-4 തടിയന്മാര് ചുറ്റും നിന്ന് അങ്ങോട്ട് ചോദ്യം ചെയ്യാ. എന്താ വരട്ടെ? നിങ്ങളെ അമ്പലത്തിലെ പ്രോഗ്രാമിൽ വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പോലും പറഞ്ഞു വിചാരിച്ചിട്ടുണ്ടാ. അധികം മോന്തേന്റെ സാമർത്ഥ്യം വേണ്ട. ഓ, ഇയാളാണല്ലേ സ്ഥിരം കള്ള് ഷാപ്പിൽ പോകുന്ന വ്യക്തി. പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലേ? നീ സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, ആരോടാണ്? വല്ല പിടിപാടുണ്ടോ നിനക്ക്? ഇല്ല, എല്ലാ കാര്യം തുറന്നു പറയാൻ ഇനി ആരായാലെന്താ? നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യയുടെ വരവും പോക്കും അതന്നെ. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മോന്തേമേലും മുറ്റടിക്കണ ചൂലിന്റെ പാടുണ്ടാവും, അത്ര തന്നെ. മേലയിടത്ത് ഗ്രാമം ഭഗവതിയുടേതാണ്. അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും വൃത്തിയൊക്കെ ആയിട്ട്. ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തിരുമേനി, നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ? അങ്ങനെയൊക്കെ ഞാനും ഒരു തിരുമേനി തന്നെയാ. നീട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും ഇല്ലേ? ഉണ്ടല്ലോ, കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ വടക്കും പറഞ്ഞാല്? അങ്ങനെ അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെടുത്തിട്ട് പൊതിക്കൂലേ? ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പരക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങനെ കണ്ണുടച്ച് സമ്മതിച്ചു തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ, എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ നമുക്ക് പോകാം. പോയിട്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കുംപുറമേന്നെ. വടക്കുമുറമേനല്ല, ഉടക്കുമുറമേനല്ല. അടി നോക്കുമോളെ. ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കന്നെയാ എന്ന് പറയാമോ എന്തോ. കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ആവുമ്പോ പലതരക്കാര് കാണും. ചില തമാശകൾ, വികൃതികൾ, അതൊക്കെ പെരുപ്പിച്ച് കാണാതിരിക്കുന്നതാണ്. കലാകാരിയെ വിളിപ്പിച്ചതും ശാസിച്ചതും കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ കലാകാരന്മാർ ലോലഹൃദയരാണ്. വേദനകളൊന്നും ഞങ്ങൾക്ക് താങ്ങാനാവില്ല. വിളിപ്പിക്കാം, സംസാരിക്കാം. പക്ഷെ ശാസിക്കൽ, അനുസരിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോ കാലം മാറുകയാണ്. ശരിയാണ്. പുതിയ തലമുറയെ മനസ്സിലാക്കാൻ എന്നെ പോലുള്ളവർക്ക് അല്പം സമയം വേണ്ടിവരും. ജയദേവൻ ക്ഷമിക്കുക. എന്താ ഈ കാണിക്കണേ? അത് ആനപ്പിണ്ടാ. ആനയുടെ വയറ്റിൽ നോണ. ആനയുണ്ടോ അവിടെ? ആ, എത്ര ആനയുണ്ട്? 3 ആന. ആഹാ, നാട്ടിലൊക്കെ മേല് കഴിഞ്ഞപ്പോ തറവാട്ടിലേക്ക് ആയോ ഇത്ര കയറ്റം? സമയം കിട്ടി. ആ ചെരുപ്പ് അവിടെ ഇട്. എന്നിട്ട് അതിലേ കയറി വരിക. അങ്ങനെയാ പെൺകുട്ടികൾ. ഓഹോ, ഇതെന്താ അത്? അത് പുറത്തു പോയി വരുന്നവർക്ക് കാല് കഴുകാൻ വെള്ളം വെക്കാനുള്ള കിണ്ടിയാ. അതെന്തിനാ? ആ, അത് തറവാടാവുമ്പോ അങ്ങനെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. വാ, എന്നാ പിന്നെ ആചാരം ആയിക്കോട്ടെ. ആ. ആചാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി പ്രവേശിക്കാലോ അല്ലേ? ഇതെന്താ അത്? ഛെ, അത് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. അത് തുപ്പക്കൊളാമ്പിയാ, തുപ്പാൻ ഉപയോഗിക്കുന്നത്. തുപ്പലൊക്കെ എന്തിനാ ഇങ്ങനെ പാത്രത്തിൽ സൂക്ഷിച്ചേക്കണേ? പിന്നെ മുറ്റത്തൊക്കെ തുപ്പിയാ അത് വൃത്തികേടായി പോയില്ലേ? എന്നാ പിന്നെ ദൂരെ പോയി അങ്ങ് തുപ്പിയാ പോരെ? അതിനിപ്പോ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഇതുപോലെ നടക്കില്ലല്ലോ. ഹായ്, ചെസ്സായിരിക്കണു. അയ്യോ, എന്തുമാതിരി വീടാത് എന്റെ അമ്മേ. കാരണവന്മാരെ കാശി ചെലവാക്കി ഉണ്ടാക്കിച്ചതാ. ആശയലൊക്കെ കണ്ട് ഉണ്ടാക്കാൻ പറ്റോ? ഇരിക്കട്ടോ, ഞാൻ ദേ വരണു. അയ്യോ, എന്തിനാ ഇപ്പൊ അകത്തേക്ക് പോണേ? അയ്യോ, ആരാ അവിടെ ഉള്ളേ? അശ്വതി കുട്ടി, ഭഗവാനെ. അശ്വതി, എന്താ അച്ഛാ? ദേ ആ ചാട്ടക്കാരി പെണ്ണ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, വേഗം പറഞ്ഞു വിട്ടേക്കും. എല്ലാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നാ? ആ, അവിടെ കുറുമ്പന്മാന്റെ ആണല്ലേ, എനിക്ക് മനസ്സിലായി. ബാക്കി സംഘമൊക്കെ എവിടെ? സംഘോ? ഒരു മോനുണ്ട്, ഒരു മോള്, പിന്നെ എന്റെ ഒരു ആങ്ങള. അത്രേ ഉള്ളൂ. ആ കുട്ടി മോള് ദേ നിൽക്കുന്നു. എന്താ പേര്? അശ്വതി. അശ്വതി. ഹൈ,
അസലായിരിക്കുന്നു. ഇത് സ്വർണ്ണ? എന്റെ അടുത്തുണ്ട് ഒരുപാട് വളയും മാലയൊക്കെ. പക്ഷെ എല്ലാം ഇതുപോലെ മുക്കാ. സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഒരുപാട് കാശാവില്ലേ? പക്ഷെ കാശുണ്ടാവുമ്പോ ഞാനും ഇതുപോലെ വാങ്ങും. അതെ, 5 ആൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും സ്ഥലമൊക്കെ? നടന്നിട്ടും തീർന്നു. അങ്ങോട്ടൊന്നും പോണ്ട. എന്തേ? ഒക്കെ അടച്ചിട്ടിരിക്കുക. ഇല്ലല്ലോ, തുറന്നടക്കല്ലേ? പൊടിയും മാറാലൊക്കെയാ. അതിനെന്താ? കുട്ടി